യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ്. വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. എന്തിനാണ് കൂടുതൽ പ്രാധാന്യം? പോകുന്ന സ്ഥലമാണോ അതോ അവിടേക്ക് എത്തിച്ചേരുന്ന വാഹനമാണോ? പലരും പല ഉത്തരങ്ങളും ഇതിനോടകം മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇവയിലെല്ലാം അതിപ്രധാനം കൂടെ കൊണ്ടുപോകുന്നത് ആരെ എന്നതാണ്. പലപ്പോഴും പല യാത്രകളും അവസാനിപ്പിക്കുന്നത് ഇനി മേലാൽ ഇവരുടെ കൂടെ യാത്രയ്ക്ക് പോകരുത് എന്ന തീരുമാനത്തോടെയായിരിക്കും. അപ്പോസ്തല പ്രവർത്തികൾ 15-ാം അധ്യായം അവസാനിക്കുമ്പോൾ പൗലോസിന്റെ 2-ാം മിഷനറി യാത്രയിൽ ആരൊക്കെ കൂടെ വേണം എന്ന തീരുമാനവും അതേ തുടർന്നുള്ള വാക്കുതർക്കവും ബർണബാസിന്റെ വേർപിരിയലുമാണ്. എന്നാൽ പൗലോസ് തന്റെ യാത്ര തുടരുകയാണ്. ഇത്തവണ ഷീലാസിനെ തന്റെ കൂടെ കൂട്ടി സുറിയ, കിലിക്കിയ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു. അധ്യായം 16-ൽ അവർ ലുസ്ത്ര എന്ന പട്ടണത്തിൽ ചെന്നു. ഇവിടെ 1-ാം മിഷനറി യാത്രയിൽ താൻ സുവിശേഷം അറിയിച്ചതായിരുന്നു. അവിടെ വെച്ചായിരുന്നു പൗലോസിനെ ജനം കല്ലെറിഞ്ഞതും മരിച്ചു എന്ന് വിചാരിച്ച് പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചുകൊണ്ടിട്ടതും. അതേ പട്ടണത്തിലേക്ക് വീണ്ടും ചെല്ലുവാൻ പൗലോസ് ഭയപ്പെട്ടില്ല. അവിടെ ദൈവം പൗലോസിനായി അല്ലെങ്കിൽ ദൈവത്തിന്റെ വേലയ്ക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു യുവാവിനെ അദ്ദേഹം കണ്ടെത്തി. യോഹന്നാൻ മർക്കോസ് എന്ന ചെറുപ്പക്കാരൻ വിട്ടുപോയതിന്റെ പകരക്കാരനായി ഒരു വ്യക്തിയെ ദൈവം ആ പട്ടണത്തിൽ 2-ാം മിഷനറി യാത്രയിൽ പൗലോസിന് കൂടെ കൂട്ടാനായി കരുതി വെച്ചിരുന്നു. കൂടെ കൂട്ടിയ ഷീലാസ് പ്രവാചകനായിരുന്നു. യെരുശലേം സഭയിലെ പ്രമാണിയുമായിരുന്നു. പൗലോസിനോടും ബർണബാസിനോടുമൊപ്പം അന്ത്യോക്യയിലേക്ക് വന്ന ഷീലാസ് സഹോദരന്മാരെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബർണബാസിന് പകരം ആര് എന്ന് പൗലോസ് ചിന്തിച്ചപ്പോൾ ഷീലാസ് തന്നെ അതിന് യോഗ്യനെന്ന് തീരുമാനിച്ച് കൂടെ കൂട്ടി. ലുസ്ത്രയിലെത്തിയപ്പോൾ ഒരു യുവാവിനെയും കൂടെ കൂട്ടുകയാണ് ചെയ്തത്, തിമോത്തയോസ്. ആരായിരുന്നു അദ്ദേഹം? തിമോത്തിയോസിന്റെ അമ്മ യുനീക്യ ഒരു യഹൂദ സ്ത്രീയും അപ്പനൊരു യവനനുമായിരുന്നു. മാത്രമല്ല അവന്റെ വലിയമ്മ ലോവീസ് ആയിരുന്നു. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, തിമോത്തിയോസിന് നിർവ്യാജ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന്. ഈ വിശ്വാസം അവൻ എവിടെ നിന്ന് കിട്ടി? ആദ്യം അവന്റെ വലിയമ്മയിൽ നിന്നും പിന്നെ അവന്റെ അമ്മയിൽ നിന്നും. ഒരർത്ഥ യഹൂദനായി ജനിച്ചു വളർത്തപ്പെട്ട ഈ മകനെ യഹൂദ മതവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ഈ അമ്മയും വലിയമ്മയും വളരെ ശ്രദ്ധ വെച്ചു. യവനനായ ഭർത്താവ്, അനുകൂലമായ സാഹചര്യങ്ങൾ ഒന്നുമില്ല. ലുസ്ത്ര പട്ടണത്തിൽ ഒരു സിനഗോഗ് പോലുമില്ല. എന്നിട്ടും ഇസ്രായേലിന്റെ ദൈവത്തെപ്പറ്റിയും ആചാരങ്ങളെപ്പറ്റിയും അവൻ അറിവ് പ്രാപിച്ചു, അമ്മയിൽ നിന്നും വലിയമ്മയിൽ നിന്നും. പരിച്ഛേദന ഏൽക്കാനുള്ള അവസരം തിമോത്തിയോസിനില്ലായിരുന്നു. ഈ അമ്മമാരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. പൗലോസും കൂട്ടരും സത്യസുവിശേഷവുമായി ലുസ്ത്രയിലെത്തി. പ്രസംഗം കേട്ട് ഈ കുടുംബം വിശ്വാസികളായി മാറി. ഒരു പുതിയ ക്രിസ്തു ശിഷ്യനായി തിമോത്തിയോസ് മാറുകയും ചെയ്തു. ലുസ്ത്രയിൽ പൗലോസിനെതിരെ ഉണ്ടായ കല്ലേറും പീഡനവും ഇവർ ഒരുപക്ഷെ നേരിട്ട് കണ്ടിരിക്കാം. മറ്റു സ്ഥലങ്ങളിലെ പീഡനങ്ങളെപ്പറ്റിയും യാത്രകളിലെ ദുരനുഭവങ്ങളുമൊക്കെ തിമോത്തിയോസ് അറിഞ്ഞിട്ടുണ്ടാകാം. എന്നിട്ടും ഈ മാർഗത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. ലുസ്ത്രയിലും ഇക്യോനിയിലുമുള്ള സഹോദരന്മാർ നല്ല സാക്ഷ്യം കൊണ്ടവനായി തിമോത്തിയോസ് മാറി. അവൻ തന്നോട് കൂടെ പോരണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. തീരുമാനമെടുക്കേണ്ടത് ആരാണ്? തിമോത്തിയോസ് ചെറുപ്രായമായതിനാൽ അമ്മയും അപ്പനും വലിയമ്മയുമാണ് സമ്മതം മൂളേണ്ടത്. ദൈവവചനം പഠിപ്പിക്കാൻ കൊള്ളാവുന്ന, തൻ്റെ യാത്രയിൽ കൂടെ കൂട്ടാൻ കൊള്ളാവുന്ന, ഭാവി പ്രതീക്ഷയ്ക്ക് ഇടം നൽകുന്ന ഒരു യുവാവിനെ, അടുത്ത ജനറേഷനെ അവൻ തിമോത്തിയോസിൽ കണ്ടിരിക്കാം. സുവിശേഷം പുതിയതായി അറിയിക്കുന്ന സ്ഥലങ്ങളും ആളുകളും ഒന്നും അതിനോട് നല്ല രീതിയിലല്ല പ്രതികരിക്കുന്നത്. ജീവൻ തന്നെ ഒരുപക്ഷെ അപകടത്തിലായേക്കാം. യാത്ര പോയാൽ പിന്നെ ഉടനെയൊന്നും വീട്ടിൽ മടങ്ങിയെത്തില്ല. അപ്പന്റെയോ അപ്പം വീട്ടുകാരുടെയോ പൂർണ്ണ സമ്മതം ഈ കാര്യത്തിൽ ഉണ്ടാകുവാൻ ഒട്ടും സാധ്യതയുമില്ല. എല്ലാം അറിഞ്ഞിട്ടും ആ 3 പേരും ധൈര്യത്തോടെ തീരുമാനിച്ചു പൗലോസിനോടൊപ്പം സുവിശേഷ വേലയിൽ കൂടെ കൂടാമെന്ന്. തൻ്റെ മകനെ അല്ലെങ്കിൽ ചെറുമകനെ അതിനായി വിട്ടുകൊടുക്കുവാൻ ആ അമ്മമാർ തീരുമാനിച്ചു. മക്കളെയും കൊച്ചുമക്കളെയും ദൈവകൃപയിൽ നടത്താനും ദൈവ വഴിയിൽ നടത്താനും വചനം പഠിപ്പിക്കാനും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു വലിയ ദൗത്യം ഈ അമ്മമാരെ പോലെ ഓരോ അമ്മയും ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിച്ച അമ്മമാർ പള്ളിയോ വേദപഠന അധ്യാപകനോ ഒന്നുമില്ലാതിരിക്കെ അവരത് ചെയ്തുവെങ്കിൽ നാം എത്രയധികം ഇന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു. ചെറിയ പ്രായമായതിനാൽ തന്നെ
ഒരു ധൈര്യക്കുറവും ശാരീരിക അസ്വാസ്ഥ്യങ്ങളും ഒക്കെ തിമോത്തിയോസിനുണ്ടായിരുന്നു. എന്നിട്ടും ഈ അമ്മമാർ അവനെ വിട്ടയച്ചു. ഒരു നല്ല കർത്തദാസനോടൊപ്പം ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ പൗലോസിന്റെ ശിക്ഷണവും അറിവും ദൈവാശ്രയവും രീതികളുമൊക്കെ പകർന്നു കൊടുക്കുവാൻ ദൈവം കണ്ട ന്യൂ ജനറേഷനാണ് ഈ തിമോത്തിയോസ്. ഇന്നും ഇതുപോലെ യൗവനക്കാർ ദൈവസഭയിലേക്ക് വരണം, ദൈവവേലയ്ക്ക് ഉതകണം. അവരെ അതിനായി വളർത്തിക്കൊണ്ടുവരുന്ന അമ്മമാരും ഉണ്ടാകണം. പരിശുദ്ധാത്മ സഹായവും കഴിവുകളും ആരോഗ്യവും ബുദ്ധിയും ഉപയോഗിച്ച് ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുന്ന യൗവനക്കാൾ നമ്മുടെ വീടുകളിൽ നിന്നും പുറത്തേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.